ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LBS PSC നഴ്സിംഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ ചെക്ക് ചെയ്യാതെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതും ഈ വീഡിയോയിൽ എൻ്റെ ചാനലിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സെർച്ച് ചെയ്ത് നോക്കാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾക്കൊരു കോളേജ് LBSൽ അലോട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ടോക്കൺ ഫീ അടയ്ക്കണം. നമുക്ക് താൽക്കാലികമായിട്ട് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കോളേജിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് ആ കോളേജിൽ പോകാനും പാടില്ല. അപ്പോൾ നമ്മളൊരു ടോക്കൺ ഫീ അതിൽ അടച്ചിടണം, എന്നാൽ നമുക്ക് ആ കോളേജ് അവിടെ സെക്യൂർ ആയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ആ ടോക്കൺ ഫീ എത്ര അടയ്ക്കണം, അതുപോലെ തന്നെ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എത്രയാണ് എന്ന് നമുക്ക് കിട്ടിയ കോളേജിൽ ടോക്കൺ ഫീ എത്രയാണ് വരുന്നതെന്നും നമുക്ക് ചെക്ക് ചെയ്യുക എങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയിട്ട് BSc നഴ്സിംഗും ഏത് ഗവൺമെൻറ് കോളേജിലും ആയിക്കോട്ടെ, ഈ ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് BSc നഴ്സിംഗ് കിട്ടി അലോട്ടഡ് ആയിട്ടുള്ളതെങ്കിൽ സീറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ 23,000 അടയ്ക്കേണ്ടത്. ഇനി നിങ്ങൾക്കൊരു പ്രൈവറ്റ് കോളേജിലാണ് BSc നഴ്സിംഗ് സീറ്റ് അലോട്ടഡ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട ടോക്കൺ ഫീ എന്ന് പറയുന്നത് 25,000 25K ആണ്. അതുപോലെ തന്നെ SC ST ഫിഷർമാൻ OEC കുട്ടി അങ്ങനെയൊക്കെ റിസർവേഷൻ ഉള്ള കുട്ടികൾ നിങ്ങൾ 1,000 രൂപ മാത്രമാണ് നിങ്ങൾ ടോക്കൺ ഫീ ആയി അടയ്ക്കേണ്ടത്. പിന്നെ നിങ്ങൾ അടയ്ക്കേണ്ട ഈ ടോക്കൺ ഫീ ഒക്കെ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 6 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഫീസ് അടയ്ക്കണമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷന് റീഅറേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ അതും ഓഗസ്റ്റ് 6 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഓപ്ഷനും ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് എത്രയാണ് ടോക്കൺ ഫീ വരുന്നത് എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. നിങ്ങൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ രജിസ്റ്റേർഡ് ID, സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ അലോട്ട്മെൻറ്റുകൾ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് വരാം. ഇപ്പം ഞങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് അലോട്ടഡ്, ഞങ്ങൾക്ക് ഒരു സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ടഡ് എന്ന് കാണിക്കും. അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഏത് കോളേജ് കിട്ടിയിട്ടുള്ളതെന്ന്. അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നിങ്ങളിവിടെ താൽക്കാലികമായിട്ട് ത്രൂ ഫെഡറേഷൻ ബാങ്ക് ചെലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഓൾറെഡി അതിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. പ്രിൻ്റ് ചെലാനൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഫീ എത്രയാണ്? ഇവിടെ 25,000 വരുന്നത്. അപ്പോൾ അത് പ്രൈവറ്റ് കോളേജിലെ ഫീ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ടോക്കൺ ഫീ എത്രയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടോക്കൺ ഫീ അടച്ചിടാം. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.